നമസ്കാരം. നവി ഇൻസ്പയേഴ്സ് ദി ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. പുതുവർഷം എത്തിക്കഴിഞ്ഞു. 2025 നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പാട്ടാണ് ആശിച്ചവൻ ആകാശത്തു നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. അതായത് ആശിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നമ്മള് സ്വപ്നങ്ങൾ കാണാൻ തയ്യാറുണ്ടെങ്കിൽ, ആ വ്യക്തികൾക്ക് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിക്കാൻ കഴിയും എന്നർത്ഥം വരുന്നതാണ് ഈ പാട്ട്. ഈ പാട്ടിനപ്പുറം നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവുണ്ട്. എൻറ്റയർ യൂണിവേഴ്സ് കോൺസ്പയർസ് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു സ്വപ്നം കണ്ട് അതിനായി ഇറങ്ങി തിരിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് ചെറിയ സ്വപ്നങ്ങൾ കണ്ടത് നേടിയെടുക്കുന്നതിലും എത്രയോ മനോഹരമായ ജീവിതത്തിലെ ഒരു അനുഭവമായിരിക്കും നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുടെ ചില ലക്ഷണങ്ങളാണ്. നിങ്ങൾ അത്തരത്തിൽ വലിയ സ്വപ്നങ്ങളാണോ കാണുന്നത് അതോ ചെറിയ സ്വപ്നങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ ഈ വീഡിയോ ഒരുപക്ഷെ സഹായകരമാവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ വലിയ സ്വപ്നം കാണുന്ന ആളുകളുടെ ലക്ഷണങ്ങളെന്ന്. നമ്പർ 1, they have few friends. അവർക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമേ കാണുള്ളൂ. അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കാണില്ല. അവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. അവരുടെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സർക്കിൾ ആയിരിക്കും. അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ സർക്കിൾ ആയിരിക്കും. അച്ചീവ്മെന്റ് എന്നുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്ന കുറെ കാശൊന്നും അല്ല കേട്ടോ. ഏത് മേഖലയിലാണെങ്കിലുള്ള അച്ചീവ്മെന്റ്, ഒരുപക്ഷെ അത് കാശായിരിക്കാം, ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കാം, കഴിവായിരിക്കാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ ഒരു ലിമിറ്റഡ് സർക്കിളിലുള്ള ആളുകൾ. അതല്ലെങ്കിൽ ഇവരുടെ ഡയമെൻഷനിൽ, ഇവരുടെ ചിന്താഗതിയിൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ചുരുങ്ങിയ ഒരു സർക്കിളായിരിക്കും വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്കൊക്കെ തന്നെ ഉള്ളത്. കാരണം എങ്കിലേ അവര് ചിന്തിക്കുന്ന സമയവും അവരുടെ പ്രൊഡക്റ്റീവായ എനർജിയൊക്കെ കൃത്യമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, ആ വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ, അതോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ, കുറച്ച് മാത്രം അടുത്ത സുഹൃത്തുക്കളുള്ള വ്യക്തിയാണോ താങ്കൾ? എങ്ങനെയാണ് താങ്കളുടെ അവസ്ഥ എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. 2, യു വിൽ ബി മിസ്അണ്ടർസ്റ്റുഡ്. നിങ്ങളെ ആളുകൾ പെട്ടെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, തെറ്റിദ്ധരിക്കും. കാരണം എന്താ, നിങ്ങൾ പറയുന്ന വലിയ സ്വപ്നങ്ങളാണ്. ഈ വലിയ സ്വപ്നങ്ങളൊന്നും കേൾക്കുമ്പോൾ താങ്ങാനുള്ള കപ്പാസിറ്റി ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കില്ല. അവരൊക്കെ തന്നെ നീ ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാതെ നീ കുറച്ചുകൂടെ ചെറിയ രീതിയിൽ ചിന്തിക്കുക, ഇങ്ങനെ വലിയ രീതിയിൽ നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭ്രാന്താവും എന്നൊക്കെ ആയിരിക്കും പറയണത്. അതല്ലെങ്കിൽ നിന്റെ ചിന്ത, നിന്റെ സ്വപ്നം ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, കൊക്കിലൊതുങ്ങുന്നൊക്കെ കൊത്തിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു കളയും. അപ്പൊ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇവർ ചിന്തിക്കണത് ഇവർക്ക് കൊത്തേണ്ടതിനനുസരിച്ച് എങ്ങനെ കൊക്ക് വലുതാക്കാമെന്ന്, അല്ലാതെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താനല്ല. അത്തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ വിശാലമായി കണ്ടുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്ക് നിരവധി അനവധി ക്രിറ്റിസിസംസ്, വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരും. ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർ നടത്തി കാണിക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കും, ഇവരെ പുച്ഛിക്കും, ഇവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം. 3, യു ഗോ ടു ബെഡ് ലേറ്റ് ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി. നിങ്ങൾ കിടന്നുറങ്ങുന്നത് താമസിച്ചായിരിക്കും. കാരണം ഇങ്ങനെ വലിയൊരു സ്വപ്നമുള്ള വ്യക്തിയാകുമ്പോൾ രാത്രി കിടക്കുമ്പോൾ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, ഉറക്കം കെടുത്തണ സ്വപ്നം നിങ്ങൾക്കുള്ളേ. രാത്രി കിടന്നാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാണ്ട് ചിന്തിക്കും, അടുത്ത എന്താ ചെയ്യാൻ പറ്റണേ, വാട്ട് ഈസ് നെക്സ്റ്റ്, ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറച്ചുകൂടെ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നത്. ഈ ചിന്തകൾ കാരണം നിങ്ങൾ ഉറങ്ങൂല. ഉറങ്ങാൻ നിങ്ങൾ വൈകുന്നത് മാത്രമല്ല, രാവിലെ നേരം വെളുക്കുമ്പോൾ കണ്ണു തുറന്നാൽ ചാടി എണീക്കും. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പടയോട്ടം എത്രയും വേഗം തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ഓട്ടോമാറ്റിക്കലി ഉള്ളിന്റെ ഉള്ളിലുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഇതാണ് 3ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉറക്കം കെടും, നിങ്ങൾ താമസിച്ചായിരിക്കും കിടന്നുറങ്ങുന്നത്, നേരത്തെ എണീക്കുകയും ചെയ്യും. 4, യു ഫീൽ റെസ്റ്റ്ലെസ് ഇൻ കംഫർട്ട് സോൺ. അതായത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് സുഖകരമായിട്ടുള്ള ഒരു സംവിധാനവും സുഖകരമായ കുറച്ച് ബന്ധങ്ങളും സുഖകരമായിട്ടുള്ള ഭക്ഷണവും അതേപോലെ തന്നെ AC-യും മറ്റ് സംവിധാനവും കിട്ടി അയാൾ ഹാപ്പി ആയിരിക്കും. പക്ഷേ സുഖകരമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അകത്ത് യുദ്ധം നടക്കുന്ന വ്യക്തികളായിരിക്കും വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തികൾ. കാരണം അങ്ങനെ വെറുതെ ഇരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇരുന്നാൽ അവർ റെസ്റ്റ്ലെസ് ആയി മാറും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവർക്കറിയാം പ്രവർത്തിച്ചാൽ മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ എന്ന്. വലിയൊരു സ്വപ്നം കാണുകയും വലിയ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ആക്ച്വലി റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ പറയാറുണ്ട് ഹാർഡ് വർക്ക് എന്നും സ്മാർട്ട് വർക്ക് എന്നും. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കോടാലി വെച്ച് പട്ടേന്ന് വെട്ടണാണ്. നല്ല മസിൽ വേണം, ഹാർഡായി വർക്ക് ചെയ്യണം. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ അതിന് പകരം ഒരു മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനെ സ്മാർട്ട് വർക്ക് നമ്മൾ വിളിക്കും, അല്ലെ? മെഷീൻ ഡ്രിന്ന് അടിച്ചിട്ട് അത് മുറിക്കുന്നതിനെ സ്മാർട്ട് വർക്ക് നമ്മൾ വിളിക്കും. പക്ഷെ ആ സ്മാർട്ട് വർക്ക് ഉണ്ടായത് എങ്ങനെയാ?
ഒരാൾ തലച്ചോറ് ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്താണ് ഇത്തരത്തിലൊരു മെഷീൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന കാര്യം റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ഇവരെപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇവരുടെ തലച്ചോറ് എപ്പോഴും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അടുത്ത ലക്ഷണം. 5, യു ഫേസ് ക്രിറ്റിസിസം. നിങ്ങൾക്ക് ഒരുപാട് ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും. നേരത്തെ ഞാനത് സൂചിപ്പിച്ചിരുന്നു, നിങ്ങളെ തെറ്റിദ്ധരിക്കാമെന്ന്. ഇവിടെ അങ്ങനെയല്ല, വിമർശനങ്ങൾ കേൾക്കും. കാരണം നിങ്ങൾ ഈ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോകുന്ന വ്യക്തിയുടെ ചിന്തയും പ്രവൃത്തിയും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശീലങ്ങളും ഒക്കെ മറ്റുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. മറ്റുള്ള ആൾക്കാർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വിമർശിച്ചിരിക്കും. പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾ തന്നെ നാളെ ഈ ഒരു വലിയ സ്വപ്നം നിങ്ങൾ നേടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊന്നും കേട്ട് നിൽക്കേണ്ട കാര്യമില്ല. ശക്തമായ രീതിയിൽ മുൻപോട്ട് പൊക്കൊണ്ടേയിരിക്കുക. 2 രീതിയിൽ ക്രിറ്റിസിസം ആണ് നമ്മൾ കേൾക്കാറ്. ഒന്ന്, നമ്മളെ നമ്മളെ കൺസ്ട്രക്റ്റീവായിട്ട് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ക്രിറ്റിസിസം, അതായത് നമ്മളെ വളർത്താൻ സഹായിക്കുന്ന വിമർശനങ്ങൾ. അത് നമുക്ക് കേൾക്കാം, നമുക്ക് തിരുത്തലുണ്ടാക്കാം. 2, ഡിസ്ട്രക്റ്റീവായ വിമർശനങ്ങൾ, അതായത് നമ്മളെ തകർത്ത് കളയുന്ന വിമർശനങ്ങൾ. 3, അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ, അതായത് നമ്മുടെ സ്വപ്നങ്ങളുടെ വലുപ്പം എന്താണെന്നോ അതിനുവേണ്ടി എത്രത്തിൽ പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണെന്നോ എത്ര നാൾക്കുള്ളിൽ നമ്മൾ അച്ചീവ് എന്നുള്ള കൃത്യമായ തീരുമാനം നമ്മൾക്കുണ്ടെന്നോ ഇതൊന്നും അറിയാതെ അറിവില്ലായ്മയിൽ നിന്നും ഒരു സാധാരണ വ്യക്തി നിങ്ങളെ വിമർശിക്കുന്നത്, അത് ഇതുവഴി കേട്ട് ഇതുവഴി കളയുക. ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കേൾക്കാൻ തന്നെ നിൽക്കേണ്ട കാര്യമില്ല. കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ അത് എടുക്കുക, എവിടെ മാറ്റം വരുത്തണോ അവിടെ മാറ്റം വരുത്തുക. 6, യു ഇൻസ്പയർ അതേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു വലിയ സ്വപ്നം കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കണമാണ്. മറ്റുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ചടുലത നിങ്ങളുടെ നോട്ടത്തിലും നിങ്ങളുടെ ഭാവത്തിലും നിങ്ങളുടെ നടപ്പിലും നിങ്ങളുടെ ഇരിപ്പിലും നിങ്ങളുടെ വർത്തമാനത്തിലും പ്രവൃത്തിയിലും എല്ലാം തന്നെ കൊണ്ടുവരും. അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന്റെ 6ാമത്തെ ലക്ഷണം. ഞാനൊന്ന് സമപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്പർ 1, നമുക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കളെ കാണുന്നുള്ളെങ്കിൽ, അതും ക്വാളിറ്റി ഫ്രണ്ട്സ് ആണെങ്കിൽ മനസ്സിലാക്കുക, ആ വലിയ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ബറ്റാലിയനാണ് അത്. 2, നമ്മളെപ്പോഴും ആളുകളാൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. കാരണം നമ്മൾ പറയുന്ന ആശയങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 3, നിങ്ങൾ താമസിച്ച് കിടന്നുറങ്ങുന്നു, അതേപോലെ നേരം വെളുക്കുമ്പോഴേ എണീക്കാൻ തയ്യാറാവുന്നു, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടാനായി തയ്യാറാവുന്നു. 4, നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് ആകെ വല്ലാത്തൊരു റെസ്റ്റ്ലെസ് ഫീലിംഗ് തരുന്ന സമയമായിരിക്കും. വെപ്രാളമായിരിക്കും. അവിടെ നിന്ന് എങ്ങനെയും ഒഴിഞ്ഞ് എന്തെങ്കിലും ഒരു പണിയെടുത്താൽ സമാധാനം ഉണ്ടാവുന്ന അവസ്ഥയിലായിരിക്കും. 5, നിങ്ങൾക്ക് ക്രിറ്റിസിസം ധാരാളം കേൾക്കേണ്ടി വരും. 6, നിങ്ങൾ മൂലം മറ്റുള്ള ആളുകൾ ഇൻസ്പയർഡ് ആവും. അവർക്ക് കൂടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആവേശം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്വപ്നത്തെ കൃത്യമായ ഒരു ഗോളാക്കി മാറ്റണമെങ്കിൽ, അതും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കൃത്യമായ ഒരു ഗോളാക്കി മാറ്റണമെങ്കിൽ വെറും 99 രൂപ മുടക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾ സെറ്റിംഗ് ബ്ലൂ പ്രിന്റ് ലെവൽ 1 വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നവീൻ ഇൻസ്പയേഴ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഈ 2025 അതിമനോഹരമാക്കാൻ ആ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് കാണാനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK signing off.